വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എനിക്കും ഒരുവിധ സുഖം തന്നെ. ഞാൻ ഇന്ന് വലിയ വീഡിയോ ഒന്നുമില്ല, ചെറിയ ഒരു കിച്ചണിൽ ചെയ്യുന്ന ഒരു ജോലി മാത്രമേ ഒന്നും അതല്ലേ ഉള്ളൂ. നമുക്ക് കിച്ചണിൽ ചെയ്യുന്ന ജോലി അത് മാത്രമേ ഉള്ളൂ. എനിക്കിന്ന് വളരെ ജോലി കൂടുതലായിരുന്നു, കിച്ചൺ വർക്കല്ലായിരുന്നു. കുറച്ച് ക്ലീനിങ് പണികളുണ്ടായിരുന്നു. അത് കുറച്ച് തീർത്തപ്പോൾ തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു പഴയ ഫ്രണ്ട് തൃശ്ശൂരിൽ നിന്നാണ്, രാജീവ് പ്രമോദ് ഹസ്ബൻഡും കുട്ടികളും വന്നിട്ട് അവർ ഊണ് കഴിക്കാനൊന്നും ഒന്നുമില്ല. അതിന് മുമ്പേ തന്നെ പോയി. ഊണെന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പോയി. അങ്ങനെ കുറേ സമയം അവരുമായിട്ട് സംസാരിച്ചും ആ കൊച്ചു കുട്ടികളോട് കളിച്ചുമൊക്കെ ഇരുന്നു. ഇരട്ട കുട്ടികളാണ് രണ്ടും, നല്ല രസമാണ്. പിന്നെ അങ്ങനെ കുറേ സമയമൊക്കെ പോയി. അപ്പോൾ ഇന്ന് അടുക്കളയിൽ എന്നത്തെ പോലെയുള്ള ജോലികൾ തന്നെ. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന് എനിക്ക് കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്ന മീനാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ മക്രോണി ചാള എന്ന് പറയും. ചാള തന്നെ പല വിധത്തിലുണ്ട് കേട്ടോ. നെയ്ച്ചാള, ചാളയെ മത്തിയെന്നും പറയും, നെയ്മത്തിയെന്നും പറയും. നെയ്ച്ചാള, പനഞ്ചാള, കീരിച്ചാള, അങ്ങനെ പല വിധം. ഈ സൈസ് ചാളയ്ക്ക് തല വലുതായിരിക്കും. ഇതിനെ പറയുന്നത് മക്രോണി ചാള എന്നാണ്. കുറച്ച് ദിവസം കൊണ്ട് ഇത് തന്നെയാണ് കിട്ടുന്നത്. കറി വെച്ചും ഫ്രൈ ചെയ്തും കഴിച്ച് മതിയായി. എന്തായാലും ഇത്രയും തീർത്തുകളെ ഇനി കുറച്ച് ദിവസം വാങ്ങില്ല. കാരണം എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിനി ഇതിനെ കറിയും ഒരു 3-4 എടുത്ത് ഫ്രൈയും ചെയ്യാം. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കാൻ. അങ്ങനെ മക്രോണി ചാളക്കറി റെഡിയായി. രാത്രി ചപ്പാത്തിക്കാണ് ആക്കിയത്. പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, ഒരു രസവും കൂടി ഉണ്ടാക്കി, ടൊമാറ്റോ രസം. പിന്നെ അച്ചാറൊക്കെ കൊണ്ട് ഇരിപ്പുണ്ട്. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.